യഥാർത്ഥത്തിൽ വില്ലൻ ആരാണ്? വി.ഡി. സതീശനാണോ വില്ലൻ? അതോ ഷാഫി പറമ്പിലാണോ? അതോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലാണോ? മൂന്ന് പ്രധാന പേരുകളാണ് എല്ലാ കാര്യങ്ങളിലും ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസിൻ്റെ യൂത്ത് ബ്രിഗേഡ് ക്രമേണ വളർന്ന് UDFിൻ്റെ യൂത്ത് ബ്രിഗേഡായി മാറി. യൂത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തലതൊട്ടപ്പനായി നിന്നത്, ഗോഡ്ഫാദറായി നിന്നത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. വി.ഡി. സതീശൻ സ്കൂൾ മാനേജറാണെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷാഫി പറമ്പിലാണ്. ആ സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിച്ചത് എന്ന നിലയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ സംഭവങ്ങളെ വിശദമാക്കുന്നത്. സംഭവം എന്താണെന്ന് നമുക്കറിയാം. ഒരു യുവതിയെ പ്രണയിച്ച് ഗർഭിണിയാക്കുക, ഗർഭം അലസിപ്പിക്കുവാൻ, ഗർഭഛിദ്രത്തിന് നിർദ്ദേശം നൽകുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിട്ടത്. അതേ തുടർന്ന് അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. MLA സ്ഥാനം തൽക്കാലം രാജിവെക്കില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഉറപ്പു പറയുന്നത്. അതിന് അവർ ഇടതുമുന്നണിയിലേക്ക് ചൂണ്ടി മുകേഷിനെ ഉദാഹരിക്കുകയും ചെയ്യുന്നു. മുകേഷിനെതിരെ ഇതുപോലുള്ള പീഡന പരാതി വന്നപ്പോൾ മുകേഷ് രാജിവെച്ചില്ലല്ലോ എന്നാണ് അവരുടെ ചോദ്യം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് വേണ്ടി CPM-ഉം ഇടതുമുന്നണിയും ഒക്കെ ആദ്യഘട്ടത്തിൽ കുറച്ച് പൊരുതുമെങ്കിലും പിന്നീട് പൊരുതാനുള്ള സാധ്യത കുറവാണ്. ഇതിലാരാണ് കുറ്റക്കാരൻ? ഈ കുറ്റക്കാരെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി കളത്തിലിറങ്ങുകയാണ് രമേശ് ചെന്നിത്തല. കാരണം ഇവിടെ കോൺഗ്രസിനെ നാണം കെടുത്തിയത്, UDFിനെ അടപടലം നാറ്റിച്ചത് സതീശനിസം എന്ന വൃത്തികേടാണ് എന്ന തരത്തിൽ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ ആളുകൾ. ചെന്നിത്തല പലപ്പോഴും സതീശനെ വിമർശിക്കാറുണ്ട്. വിമർശിക്കുന്നത് സതുദ്ദേശപരമായാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇങ്ങോട്ടുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സതീശൻ മേൽക്കൈ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സതീശൻ എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്രമാദിത്വം, തൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നത് എന്ന് സ്വന്തം ക്രെഡിറ്റിലേക്ക് ഈ വിജയങ്ങളൊക്കെ മാറ്റിയിരുന്നു. അതല്ല, 18ഓളം തെരഞ്ഞെടുപ്പുകൾക്ക് ഉമ്മൻചാണ്ടിയും താനുമൊക്കെ നേതൃത്വം കൊടുത്തു. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ PR വർക്ക് സതീശന് വേണ്ടി നടക്കുന്നുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞിരുന്നു. ചെന്നിത്തല പലപ്പോഴും യുവനേതാക്കളുടെ ഈ വഴിവിട്ട പോക്കുകൾ, യുവനേതാക്കളുടെ റീൽസ് കളി, അതിനൊക്കെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. PJ കുര്യനെ നമുക്കറിയാം. PJ കുര്യൻ വിമർശിച്ചു, ഇവരാരും താഴെത്തട്ടിൽ ഇറങ്ങി കളിക്കുന്നില്ല, പ്രവർത്തകരുമായി ബന്ധമില്ല, ഇവർ ഈ റീൽസ് ഇട്ട് കളിക്കുന്നതേ ഉള്ളൂ, സോഷ്യൽ മീഡിയ യുദ്ധം മാത്രമേ ഉള്ളൂ എന്ന് PJ കുര്യനൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയൊക്കെ വളഞ്ഞിട്ട് അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ആയാലും ഷാഫി പറമ്പിലായാലും വി.ഡി. സതീശനായാലും ഒക്കെ ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഈ മൂന്ന് ആളുകൾ, വി.ഡി. സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ ഷാഫി പറമ്പിൽ, ഇവർ മൂന്ന് പേരും പ്രതിസ്ഥാനത്താണ് കോൺഗ്രസിൽ. കോൺഗ്രസിനുണ്ടായ നാണക്കേടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കണം. ഇന്നലെ നമ്മൾ കണ്ടു, ടവൽ കൊണ്ട് മുഖം മറച്ചൊക്കെ വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിയർപ്പ് തുടച്ചുകൊണ്ട് പോകുന്ന കാഴ്ച. ഷാഫി പറമ്പിലാണെങ്കിൽ ഡൽഹിയിലെ MP-മാരുടെ വസതിയിൽ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നിട്ടും മാധ്യമപ്രവർത്തകർക്ക് മുഖം കൊടുക്കാതെ ബീഹാറിലേക്ക് മുങ്ങി എന്നാണ് വാർത്തകൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ അടൂരിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടു. ആദ്യം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയും അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുകയും ചെയ്തു. അങ്ങനെ ചുരുക്കത്തിൽ ഈ മൂന്ന് നേതാക്കളും സ്വന്തം കയ്യിൽ നിന്ന് കറ കഴുകിക്കളഞ്ഞെങ്കിലും കോൺഗ്രസിനെ അവതാളത്തിൽപ്പെടുത്തിയത്, അപകടത്തിൽപ്പെടുത്തിയത് ഈ മൂന്ന് പേരാണ് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. ഇത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല, രമേശ് ചെന്നിത്തല ഈ കളം പിടിക്കുന്ന അവസ്ഥയാണ്. രമേശ് ചെന്നിത്തല പറയുന്നത് ആണ് ശരി എന്ന തരത്തിലേക്ക് കോൺഗ്രസ് അണികളും മറ്റ് നേതാക്കളും എത്തിച്ചേരുന്ന ഒരു അപൂർവ കാഴ്ച കൂടി കോൺഗ്രസിനുള്ളിൽ സംജാതമായിട്ടുണ്ട്. മാങ്കൂട്ടത്തിലിൻ്റെ ഈ കോഴിച്ചാറ്റും കോഴികളിയും കൊണ്ട് എന്നതാണ് വസ്തുത.